ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗിയുടെ റെസിപ്പിയാണ്. മാഗിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? മാഗി നമ്മൾ ഓരോ ടൈമിലും ഉണ്ടാക്കുമ്പോഴും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്, shakshuka മാഗി. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം, ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാഗി ആഡ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മാഗിയുടെ കറി മാഗിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിലെ നൂഡിൽസ് എടുക്കാം. ഞാനിവിടെ മാഗിയാണ് യൂസ് ചെയ്യുന്നത്. പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മാഗിയുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നൂഡിൽസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് നൂഡിൽസിന് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 മുട്ട വരെ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. shakshuka മാഗി റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഞാൻ എഗ്ഗിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പെപ്പറാണ് ഇഷ്ടമെങ്കിൽ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.